വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും പരിചയമുള്ള, അതായത് തുടക്കമായിട്ട് ബിസിനസ് നടത്തി വരുന്നവര്, ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തേയില സപ്ലൈ ചെയ്യാൻ തുടങ്ങിയവര്, കൂടുതലും ആളുകൾ എടുത്ത് വിൽപ്പന നടത്തിയിട്ട് ഈ ഒരു മേഖലയിൽ വളരെയധികം ശോഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡിലുള്ള തേയില എടുത്തിട്ടാണെന്നുള്ളത് 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ വിലയിൽ അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വിലയ്ക്ക് അവർക്ക് സാധനം എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെയുള്ള ഗുണം എന്താ വെച്ചാൽ നല്ല അതിനുള്ള ബെനിഫിറ്റ്, പ്രോഫിറ്റ്, ഈ വക കാര്യങ്ങൾ കിട്ടുന്ന നല്ലൊരു അടിപൊളി കമ്പനിയുടെ തേയില തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ സാമ്പിൾ പാക്കറ്റ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണദേവൻകാരുടെ ഞാൻ പറയുകയാണെങ്കിൽ മുമ്പ് അവർക്ക് ഗുണ്ടുമല എന്ന് പറഞ്ഞൊരു തേയില ഉണ്ടായിരുന്നു. ആ തേയില ഇപ്പൊ അവര് ഇലത്തേയില, ഞാൻ അതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവര് അത് ഇലത്തൈലയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു എസ്റ്റേറ്റ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ ബോക്സ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ ലേലത്തിൽ ഈ ഗുണ്ടുമലയുടെ തേയില ഈ പറഞ്ഞതുപോലെ RD/SRD ഗ്രേഡിലുള്ള ആ ഒരു ഇതിന് ഇനി ഗുണ്ടുമല കിട്ടത്തില്ല. പകരം ഇറങ്ങിയിരുന്ന ഒരുപാട് തേയിലകൾ ഇറങ്ങിയതാണ്. അവര് ഇറക്കിയേക്കുന്ന ഒരു തേയിലകളാണ് വിരിപ്പാറ എന്ന് പറയുന്ന തേയിലകളുണ്ട്. അതോടൊപ്പം തന്നെ വാഗവരൈ എന്ന് പറഞ്ഞ തേയില. ഇതെല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ സാമ്പിള് എന്റെ ഓഡിയൻസിന്, എന്റെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു തേയില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന, അതായത് ഒത്തിരി ആളുകൾക്ക് അറിയാവുന്ന, ഇത് എടുത്ത് സപ്ലൈ ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ നമുക്ക് തേയില പരിചയപ്പെടാം. മടുപ്പാട്ടി എന്നാണ് ഈ ഒരു തേയിലയുടെ പേര്. മടുപ്പാട്ടിയുടെ പ്രീമിയം CTC ടീ ആണ് ഇത്. കണ്ണൻദേവൻ കമ്പനിക്കാരുടെ ആണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്നതാണ്. ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു തേയില, അതായത് ഈ കണ്ണൻദേവന്റെ ബോക്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവോ, കണ്ണൻദേവൻ ബോക്സ് SRD മടുപ്പാട്ടി വരുന്നത് XRD. ഞാൻ കല്ലാറിന്റെ ഒരു വീഡിയോ ഞാൻ എന്റെ ഓഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കല്ലാറിന്റെ വീഡിയോ ഞാൻ എന്റെ ബോക്സ് പരിചയപ്പെടുത്തി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഹോൾസെയിൽ കടകളിൽ ചെന്നിട്ട് നിങ്ങൾ ലൂസായിട്ട് കുറച്ച് തേയിലകൾ നിങ്ങൾക്ക് വിൽപ്പന നടത്താൻ വേണ്ടി നിങ്ങൾ തേയില വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കും ഒന്ന് അറിഞ്ഞിരിക്കണം കണ്ണൻദേവന്റെ ഒക്കെ ബോക്സ് തേയില എങ്ങനെയാണ് വരുന്നത്, കണ്ണൻദേവന്റെ ബോക്സ് എങ്ങനെയാണ്, അതിന്റെ ബോക്സിന്റെ കളർ എന്താണ്, അല്ലെ ആ ബോക്സിനകത്ത് അവർ എഴുതിയിരിക്കുന്ന പേരെന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കടയിൽ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കടയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവരോട് പേരെടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവർ തരുമ്പോൾ നിങ്ങൾക്ക് 100% ആ ഒരു കോൺഫിഡൻസ്, അതായത് നിങ്ങൾക്ക് ആ ആത്മവിശ്വാസവും ആ ഒരു കണ്ണൻദേവനാണ് ഞാൻ എടുത്ത് വിൽപ്പന നടത്തുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ മടുപ്പാട്ടിയുടെ ഈ ഒരു തേയില, മടുപ്പാട്ടി എന്ന് പറയുന്ന ഈ ഒരു കണ്ണൻദേവന്റെ ഈ തേയില എന്ന് പറയുന്നത് നല്ല പേരെടുത്ത് നിൽക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ് ഇതിന്റെ. പിന്നെ ഇവരുടെ ഗ്രേഡ്, ഇതിപ്പോ ഞാൻ ഈ ഒരു ബോക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു കടയിൽ നിന്ന് ഞാൻ ഇതിന്റെ ഒരു കാർട്ടൺ ബോക്സ്, ഈ ഒരു കാലിപ്പെട്ടി ഞാൻ ഈ ഒരു കാർട്ടൺ ബോക്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് പരിചയപ്പെടുത്താൻ വേണ്ടി. കാരണം ഇത് നല്ലൊരു തേയില ആയതുകൊണ്ട് എന്റെ പ്രേക്ഷകര്, എന്റെ ഓഡിയൻസ് ഇത് അറിയാതെ പോകരുത്. കാരണം ഈ ഒരു തേയിലയുടെ ക്വാളിറ്റി, ഈ ഒരു തേയിലയുടെ കടുപ്പം, ടേസ്റ്റ് എല്ലാം 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് കണ്ണൻദേവൻകാരുടെ ഈ ഒരു മടുപ്പാട്ടി എന്ന് പറയുന്ന ഈ ഒരു തേയില. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എംബ്ലം ഒക്കെ ഈ ഒരു ബോക്സിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അഡ്രസ്സ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കമ്പനിയിൽ തന്നെ അവര് ഫ്രണ്ടിൽ തന്നെ അവർ കറക്റ്റ് ആയിട്ട് എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് SRD ഗ്രേഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ SRD ഗ്രേഡിലുള്ള വിലയുടെ കാര്യവും ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ഇപ്പൊ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾക്ക് അറിയുന്നത് വെച്ചാൽ ഇതിന്റെ കിലോക്ക് എത്ര രൂപ കിലോ വില വരും അല്ലെ. അപ്പൊ അതിനകത്ത് നിന്ന് മെയിൻ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഇതിന് 178 രൂപയാണ് നെറ്റ് വില വരുന്നത്. അതായത് ടാക്സ് അടക്കം അല്ല, നെറ്റ് വില വരുന്നത് 178 രൂപയാണ്. മടുപ്പാട്ടിയുടെ RD ഗ്രേഡ്, ഞാൻ SRD ഗ്രേഡിലാണ് ഞാൻ ഓർഡർ കൊടുത്തത്. പക്ഷെ SRD ഗ്രേഡ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് അവർ പറഞ്ഞു RD ഗ്രേഡിലുള്ള തേയിലയാണ് ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ 5 ബോക്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ SRD ബോക്സിലുള്ള തേയില ഈ ആഴ്ച തന്നെ ഈ SRD ബോക്സിലുള്ള തേയിലയും ലേലത്തിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് SRD വേണമെങ്കിൽ SRD ഓർഡർ ചെയ്യാം, അതിൽ RD വേണമെങ്കിൽ RD എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ SRD ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് ചായക്കടക്കാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പോകുന്ന നല്ല ഒരു ഗ്രേഡാണ് ഈ SRD ഗ്രേഡ് എന്ന് പറഞ്ഞ തേയില എന്ന് പറയുന്നത്. പിന്നെ ഇത് നല്ല നല്ല വൈറ്റ് ബോക്സ് ആണ്, കാണാൻ തന്നെ നല്ല വെയിറ്റ് ആണ്. ഇതിന്റെ ബോക്സിന് തന്നെ നല്ല ഒരു 5 പ്ലേ ബോക്സ് ആണ്, നല്ല വെയിറ്റ് ഉള്ള ഒരു ബോക്സ് ആണ്. ഈ ബോക്സിന് നല്ല കനമുള്ള ബോക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് നല്ല വാക്യൂം ചെയ്ത് പ്ലാസ്റ്റിക് കവറിന്റെ ഇന്നറിനകത്ത് വളരെയധികം വാക്യൂം ചെയ്ത് എയർ ടൈറ്റ് ചെയ്താണ് ഇവർ ഈ ഒരു ബോക്സ് നിർമ്മിച്ച് വിടുന്നത് എന്നുള്ളത് നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. കണ്ണൻദേവനായിക്കോട്ടെ ഇനി മറ്റുള്ള ബ്രാൻഡിൽ തേയിലുകളായിക്കോട്ടെ അവരെല്ലാം ബോക്സിനകത്ത് വരുമ്പോഴത്തേക്കും വാക്യൂം ചെയ്ത് എയർ ടൈറ്റ് എടുത്തതിന് ശേഷമാണ് ഈ ഒരു ബോക്സ് അവർ ലേലത്തിലേക്ക് വിടുന്നതെന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ കറക്റ്റ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മാനുഫാക്ചറിങ് നിങ്ങൾ മനസ്സിലാക്കണം, 3/2025 ഇതിന്റെ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അതിന്റെ യൂസ് ബൈ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 2/26 വരെ, 2/26. അപ്പൊ 1 വർഷത്തോളമാണ് ഇതിന്റെ എക്സ്പയറി കൊടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു തേയില ഒരു ഫുൾ ബോക്സ് എടുക്കുവാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ഫുൾ ബോക്സ് തേയില നിങ്ങൾക്ക് വിൽക്കാനായിട്ട് അത്യാവശ്യം നല്ല സപ്ലൈ, നന്നായിട്ട് വിൽപ്പന നടത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വെറും 2 ആഴ്ച പോലും വേണ്ട ഈ ഒരു ഫുൾ ബോക്സ് കൊടുക്കാൻ എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു SRD ബോക്സ് ഫുള്ള് തീരുമെന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ടേസ്റ്റ്, ഇതിന്റെ ക്വാളിറ്റി, ഒരു കാരണവശാലും നിങ്ങളോട് ഈ തേയില എടുത്തതിന് ശേഷം ആരെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾക്ക് 5 കിലോ കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 10 കിലോ സെയിൽ നടത്തി കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ അടുത്ത് വന്ന് റിട്ടേൺ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ആ തേയിലയിൽ ഒരു കംപ്ലൈന്റ് കാണുന്നുണ്ട്, ഒരു പച്ചചൊവ്വയുണ്ട്, അങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ നിലവിൽ ഇതുവരെയായിട്ടും ഈ ഒരു കണ്ണൻ ദേവന്റെ ബോക്സിന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ SRD ഗ്രേഡിൽ വരുമ്പോഴത്തേക്കും അതിന്റെ തൂക്കവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 40 കിലോ നെറ്റ് ബോക്സ് ഈ ബോക്സ് വരുന്നുണ്ട്. അപ്പൊ ഇവര് വെയിറ്റ് കാര്യങ്ങള്, അതായത് ഈ കാർട്ടൺ ബോക്സ്, ചിലവർക്ക് ഒരു സംശയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് എടുത്തുകൊണ്ട് പോകുമ്പോൾ, ഞാൻ ഒരു ബോക്സ് ഒരു കടയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു ബോക്സ് ആദ്യമായിട്ട് നമ്മൾ ഒരു കടയിൽ കൊണ്ട് നോക്കും. അപ്പൊ അവര് നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ, ഫുൾ ബോക്സ് ഞാൻ ഈ ബോക്സ് അവിടെ കൊണ്ടു വെച്ചിട്ട് ഞാൻ പറയും, ചേട്ടാ 40 കിലോയുടെ ആ ബോക്സിന്റെ വെയിറ്റ്. അപ്പൊ ഉടനെ അവർക്ക് സംശയം. അപ്പൊ ഈ കാർട്ടൺ ബോക്സിന്റെ ഒക്കെ വെയിറ്റ് പോയി കഴിഞ്ഞാൽ പോയിട്ട് എത്ര കിലോ കാണും, ഇത് തന്നെ നല്ലൊരു ബോക്സ്, നല്ലൊരു വെയിറ്റ് ഒക്കെ വരുമല്ലോ. അപ്പൊ ഇതും കഴിഞ്ഞിട്ട് ഈ ബോക്സിനകത്തുള്ള തേയില എത്ര ഉണ്ടെന്നാണ് അവര് ചോദിക്കുന്ന അവരുടെ സംശയം. അപ്പൊ അത് അങ്ങനെ ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ആയിട്ട് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗ്രോസ് വെയിറ്റ് ആണ് 41 വരുന്നത്. പിന്നെ അതിന്റെ തന്നെ ടയർ വെയിറ്റ് വരുന്നുണ്ട്, 1.40 എന്ന് പറഞ്ഞ ടയർ വെയിറ്റ് വരുന്നുണ്ട്. നെറ്റ് വെയിറ്റ്, അതായത് തേയില മാത്രം എത്ര വരും എന്നുള്ള നെറ്റ് വെയിറ്റ് ആണ് കമ്പനിയുടെ കൊടുത്തിരിക്കുന്നത്. 40 കിലോ ആണ് നെറ്റ് വെയിറ്റ് വരുന്നത് എന്നുള്ളത്. ഇത് കറക്റ്റ് ഇതും കൊടുത്തിട്ടുണ്ട്. നോൺ റീറ്റെയിൽ കണ്ടെയ്നർ, പിന്നെ നോട്ട് ഫോർ സെയിൽ, ഡയറക്റ്റ് സെയിൽ ഓഫ് ദ കസ്റ്റമർ എന്നുള്ള, അതായത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഇത് സെയിൽ ചെയ്യുന്നില്ല ഇവര്. അത് ഈ ഒരു കമ്പനി അല്ല, ഏതൊരു കമ്പനി ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് ഇവര് സെയിൽ നടത്തുന്നില്ല. ലേലത്തിൽ വന്നതിന് ശേഷം ലേലത്തിൽ നിന്നാണ് ഈ ഒരു തേയിലയെല്ലാം ഈ പറഞ്ഞതുപോലെ ലേലക്കാര് നമുക്ക് തന്ന് നമ്മളെ പോലെയുള്ളവർ അത് സപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മട്ടാഞ്ചേരിയിൽ പോയിട്ടും ഡയറക്റ്റ് ആയിട്ട് ഈ തേയില എടുക്കാം, ചോദിച്ചു വാങ്ങിക്കാവുന്നതാണ്. മട്ടാഞ്ചേരി എന്നല്ല, നിങ്ങൾ ഏത് ജില്ലക്കാരായിക്കോട്ടെ, നിങ്ങളുടെ ഹോൾസെയിൽ കട എവിടെയാണോ അടുത്തുള്ള ഹോൾസെയിൽ കട, നിങ്ങൾക്ക് തേയില ബിസിനസ് നടത്തുന്നവരുണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്നതിൽ. ഇനി പുതിയതായിട്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഉണ്ടാവും. അങ്ങനെയുള്ള നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങളുടെ അടുത്തുള്ള ഹോൾസെയിൽ കട ഏതാണോ ആ ഒരു ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ പറയുക, കണ്ണൻ ദേവന്റെ മടുപ്പാട്ടി എന്ന് പറയുന്ന പ്രീമിയം CTC. നിങ്ങൾ വേറെ ഒന്നും പറയേണ്ടതായിട്ടില്ല, പ്രീമിയം CTC ഒന്നും പറയണ്ട. കണ്ണൻ ദേവങ്കാരുടെ മടുപ്പാട്ടി ഉണ്ടോ, അല്ലെങ്കിൽ കണ്ണൻ ദേവങ്കാരുടെ കല്ലാർ തേയില ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് SRD ഗ്രേഡോ RD ഗ്രേഡോ ഒക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ 100% കംപ്ലൈന്റ് ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നല്ല തേയില തന്നെയാണ് കണ്ണൻ ദേവങ്കാരുടെ ഈ ഒരു ബ്രാൻഡ് വരുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള നല്ല ബ്രാൻഡിലുള്ള തേയിലകൾ ഞാൻ എന്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇനി പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആൾക്കാരും ഇത് അറിഞ്ഞിരിക്കണം. ഇതുപോലെയുള്ള ബ്രാൻഡിലുള്ള തേയിലകൾ എടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ കംപ്ലൈന്റ് ഇല്ലാതെ മുന്നോട്ടേക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അവര് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളൊരു ബ്രാൻഡ് ചോദിച്ച് നമ്മളൊരു ഹോൾസെയിൽ കടയിൽ ചെല്ലുമ്പോഴത്തേക്കും അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവരുടെ കടയിൽ ചിലപ്പോൾ അവര് തന്നെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ തന്നെ ഹോട്ടൽ ബ്ലെൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തേയിലകൾ കാണും. പക്ഷെ അവർ ആ ഒരു തേയില അവർ പറയും അതിനേക്കാളും കടുപ്പമുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിട്ടുള്ള തേയില ഞങ്ങൾ തരാം, ഇതിനേക്കാളും വില കുറച്ച് ഞങ്ങൾ തരാം എന്നൊക്കെ പറയും. നിങ്ങൾ മനസ്സിലാക്കി, ഇത് ഈ ഒരു തേയില എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓണത്തിന് വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇനിയും വില കുറയൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വില കൂടുകയും ചെയ്യും, അതനുസരിച്ച് കുറയുകയും ചെയ്യും. ഇപ്പൊ നിലവിൽ വില കുറയുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ബ്ലെൻഡ് തേയിലകൾ നിങ്ങൾ പോയി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാതെ, നിങ്ങൾ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ട്, അതായത് സ്വന്തമായിട്ട് എസ്റ്റേറ്റ് ഉള്ള കണ്ണൻദേവൻ കമ്പനീനെ പോലെയുള്ള ഇവരുടെ കമ്പനിയുടെ തേയില തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും മറ്റൊരാളുടെ ബ്ലെൻഡ് തേയില നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു ഓർക്കുന്നത് തന്നെ തെറ്റിദ്ധാരണയാണ്. കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല വിജയിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ
അതിനകത്തുനിന്ന് വലിയ ഒരു സത്യം പറഞ്ഞാൽ വലിയ ഒരു പ്രശ്നം നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ്സിന് ചിലപ്പോൾ അത് ബാധിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത് കൂടുതലും ബാധിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ സ്വന്തമായിട്ട് എസ്റ്റേറ്റ് ഉള്ളവരുടെ തേയില തന്നെ ചോദിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിട്ട് കിട്ടുന്ന ഒരു ഏർണിങ്സ് ആണ്. ആ ഒരു ലാഭം നിങ്ങൾ വിൽപ്പന നടത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ലാഭം നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് കംപ്ലൈന്റ് പറയും, അല്ലെങ്കിൽ നാളെ അത് എടുത്തുകൊണ്ട് തിരിച്ചെടുത്തുകൊണ്ട് എന്ന് പറയും. നാളെ നിങ്ങൾക്ക് ആ ഒരു കടയിലേക്ക് നിങ്ങൾ തേയില കൊണ്ടുവന്ന ചില പുതിയതായിട്ട് തുടങ്ങിയ കച്ചവടം തുടങ്ങിയവരുടെ ഒരു മിസ്റ്റേക്ക്, അവരുടെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എന്നോട് അവര് നേരിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ ഈ തേയില ബിസിനസ് തുടങ്ങിയിട്ട് ഞാൻ ആ കടയിലേക്ക് പിറ്റേ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോ എനിക്ക് മനസ്സിലൊരു പേടിയാണ്, എന്തോ ഒരു ഭയം പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ല നീ തേയില കംപ്ലൈന്റ് ആയി, അല്ലെങ്കിൽ അവർ പറയുന്നത് എടുത്തോണ്ട് പോക്കോ, ഈ തേയില എനിക്ക് പറ്റത്തില്ല, ഈ തേയില ഭയങ്കര കംപ്ലൈന്റ് ആണ്, നമുക്ക് ഇങ്ങനത്തെ തേയില വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കച്ചവടം പോയി എന്നൊക്കെ പറഞ്ഞ് അവര് എന്തെങ്കിലും അവർക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ അവർ പറയുന്നു. അപ്പൊ ഞാൻ അവരോട് അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് നമുക്കൊരു ധൈര്യം. പിന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് നമ്മൾ ഈ ഏത് മേഖലയിൽ എന്ത് നമ്മൾ ജോലി ചെയ്യാൻ പോയാലും നമ്മൾ അവന്റെ നെഗറ്റീവ് വശവും നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെ? നമുക്ക് എന്തും പോസിറ്റീവായിട്ട് മാത്രം സംഭവിക്കുള്ളൂ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഏതൊരു ഫീൽഡിലും ഏതൊരു മേഖലയിലും അതിന്റെ നെഗറ്റീവ് വശങ്ങൾ നമ്മൾ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കണം. ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അതിനുള്ള പ്രതിവിധി അല്ലെങ്കിൽ അതിന് നമുക്ക് എന്താണ് നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ കൂടി ചിന്തിച്ചു വെച്ചിരിക്കണം. പക്ഷെ തേയിലയുടെ ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള വ്യക്തികളാണോ, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ബ്രാൻഡിലുള്ള തേയിലകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ബ്രാൻഡിലുള്ള തേയിലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കംപ്ലൈന്റ് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ ബിസിനസ് നടത്തുന്നു, ഞാൻ ഏതൊക്കെ തേയില എടുത്തിട്ട് എനിക്ക് കംപ്ലൈന്റ് ഇല്ലാതെ ഞാൻ ഈ നമ്മുടെ ഈ 3 ജില്ലകളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ 5 കിലോ 10 കിലോ എന്നൊക്കെ ഉള്ള ആ ഒരു ലൂസ് ചെയ്ത് മാറി നിങ്ങൾക്ക് നല്ലൊരു ബോക്സ് ഇതുപോലെയുള്ള 5ഉം 10ഉം ബോക്സുകൾ എടുത്ത് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ. അപ്പൊ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് GST കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഒന്നും അറിയണ്ട, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബോക്സ് എടുത്ത് സപ്ലൈ ചെയ്യാവുന്ന ആ ഒരു തരത്തിലേക്ക് നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് നല്ലൊരു ധൈര്യം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പറഞ്ഞതുപോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ആരുടെ മുമ്പിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സംശയങ്ങൾ മറ്റൊരാളുടെ നമ്മളെ അറിയില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ അവരോട് ചെന്ന് നമ്മുടെ സംശയങ്ങൾ അവരോട് പറയാതിരിക്കുക. അല്ലെങ്കിൽ ഒരു കടക്കാരനോടെ നമ്മൾ ചെന്നിട്ട് നിങ്ങൾ വിൽപ്പന നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് അവിടെ ചെന്ന് പറയരുത് ഞാൻ ഈ പുതിയതായിട്ട് എടുത്തൊരു തേയില എടുത്താണ്, നല്ലതാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ തേയില തരാൻ നോക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ കൊടുക്കുന്ന തേയില 100% ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി തേയിലയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള ഉറപ്പോട് കൂടി തന്നെ ആ കടക്കാരന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാവും, കൂടുതൽ അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളരുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ബ്രാൻഡുകൾ അടുത്ത ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും ഒരു AVTയുടെ ഒരു ബാഗ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ ചോദിച്ചിട്ടുണ്ട്. എന്റെ കുടുംബാംഗങ്ങൾ, എന്റെ സബ്സ്ക്രൈബർ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നിങ്ങളെ പോലെയുള്ള എന്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് AVTയുടെ ആ ഒരു ബാഗ് പരിചയപ്പെടുത്തുന്നുള്ളത്. കാരണം ആ ബാഗ് തേയില എടുത്ത കുറെ പേര് സപ്ലൈ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആ ബാഗ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ബാഗ് എടുത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏതാണ് ആ തേയില എന്നുള്ളത്. വരുന്ന വീഡിയോയിൽ ഞാനത് പരിചയപ്പെടുത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.